നിങ്ങൾ പറയുന്ന സ്തോത്രം ചുറ്റിയിരിക്കുന്നവർ നന്നായി ഒന്ന് കേൾക്കട്ടെ. ദൈവകൃപ. ഞാൻ പ്രസംഗിക്കാൻ നിങ്ങളെ പ്രസംഗിച്ചു സുഖിപ്പിക്കാൻ, ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ അല്ല വന്നത്. രാത്രി നമുക്ക് ഒരുമിച്ച് ഒന്ന് ദൈവകൃപ ഏറ്റെടുക്കണം. നമുക്കൊന്ന് ഒരുമിച്ച് ദൈവകൃപ ഏറ്റെടുക്കണം. ഒരുമിച്ച് ദൈവകൃപ നാം ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപ, 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 ദൈവകൃപ. വേദപുസ്തകത്തിന്റെ കവർ മുതൽ കവർ വരെ, ഒരറ്റം മുതൽ മററ്റം വരെ അതേ ദൈവകൃപ അനുഭവിച്ച 10,000-കണക്കിന് വ്യക്തികളെ കാണുവാൻ കഴിയുമെങ്കിലും കൃപയുടെ അടയാളമായി നിന്ന ഒരു മനുഷ്യനുണ്ട്. എ മാൻ അക്കോർഡിംഗ് ടു മൈ ഓൺ ഹാർട്ട്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നതായ ദാവീദ്. കാരണം അവൻ്റെ കുടുംബത്തിൽ അധികപ്പറ്റായിരുന്നു, അവൻ്റെ കുടുംബത്തിന് തലവേദനയായിരുന്നു, അവൻ്റെ കുടുംബത്തിന് ക്ഷയമായിരുന്നു. കാരണം യിശായി എന്ന തൻ്റെ പിതാവിന് ഒരു ചുറ്റിക്കളിയിലുണ്ടായ, അവിഹിതത്തിൽ ഉണ്ടായ മകനായിരുന്നു സ്തോത്രം ദാവീദ്. അവൻ്റെ അമ്മ യൂറോപ്യൻ സൈഡിൽ നിന്നുള്ളവളാണ്. അതെ, അവൻ്റെ അപ്പൻ യിശായി ഏഷ്യൻ സൈഡിൽ, മീൻസ് യഹൂദ ഗോത്രത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ് യിശായി. എന്നാൽ ചരിത്രം പറയുന്നു, വേദപുസ്തകം പറയുന്നു, അവൻ്റെ അമ്മ അത് യൂറോപ്യൻ സൈഡിലാണ്. മിക്കവാറും ബ്ലൗണ്ട് ഹെയർ അല്ലെങ്കിൽ ചെമ്പൻ തലമുടി, അല്പം സ്തോത്രം നല്ല, അതെ നല്ല 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 വെളുത്ത അതേ തൊലി നിറം, ഇതായിരുന്നു അവൻ്റെ അമ്മ. സോ മിക്കവാറും മോനായതുകൊണ്ട്, അമ്മയുടെ മകനായതുകൊണ്ട് അവൻ്റെ തലമുടി അതേ സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അവൻ്റെ സ്കിൻ കളർ, അവൻ്റെ ത്വക്കിൻ്റെ നിറവും സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ അവനെ ദ്വേഷിച്ചിരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ പലരും ഇഷ്ടപ്പെടാത്തത്, നിന്നെ പലരും അംഗീകരിക്കാത്തത്, നീ അവരെ പോലെ അല്ല. നീ അവരെ പോലെ അല്ല. അവർക്കില്ലാത്ത എന്തോ ഒന്ന് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ഓ കമാൺ, മിണ്ടിയില്ല. അവർക്കില്ലാത്ത എന്തോ ഒന്ന് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ദൂതായി പറയട്ടെ, തന്നത് കമ്മിറ്റി അല്ല, കൗൺസിൽ അല്ല, തന്നത് ദൈവമായതുകൊണ്ട്, തന്നത് ദൈവമായതുകൊണ്ട്. ഞാൻ വിചാരിച്ച ട്രാൻസ്ലേഷൻ വരുന്ന സ്തോത്രം, തന്നത് ദൈവമായതുകൊണ്ട്. മോണിറ്റർ 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 അതായിരുന്നു നല്ലത്, അതായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. എല്ലാവർക്കും കേൾക്കാമോ? അതായിരുന്നു നല്ലത്. കമാൺ കമാൺ കമാൺ. അതുപോലെ ഒന്നാക്കി തരുമോ? അതുപോലെ ഒന്നാക്കി തരുമെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്നെങ്കിൽ മുട്ടായി മേടിച്ചു തരാം. മുട്ടായി ട്രിവാൻഡ്രം മുട്ടായി, സ്തോത്രം. അതെ, അല്ലെങ്കിൽ കേക്ക് മേടിച്ചു തരാം. ഹല്ലേലൂയ. 2 കരങ്ങളെ ചലിപ്പിച്ച് കേക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച്. ഓ, അവൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അവൻ്റെ അപ്പൻ്റെ, അങ്ങനെ പറയുന്ന റൈറ്റ്, അവൻ്റെ അപ്പൻ്റെ മറ്റു മക്കളെ പോലെ അല്ല അവൻ. അവർക്കില്ലാത്ത വേറെ എന്തോ അവന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ദ്വേഷിച്ചു. എന്നാൽ സ്തോത്രം, ഞാനൊരു കാര്യം പറയട്ടെ, എത്ര പേർ അസൂയപ്പെട്ടാലും, എത്ര പേർ പല്ല് കടിച്ചാലും, നിനക്ക് തന്നത് കമ്മിറ്റിയല്ല, കൗൺസിലല്ല, ഡീക്കനല്ല, നിനക്ക് തന്നത് ദൈവമായതുകൊണ്ട്. ദൈവമായതുകൊണ്ട് ദൈവം തന്നാൽ അതിനെ തട്ടിത്തെറിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. അവന്റെ സ്കിൻ കളർ വ്യത്യസ്തമാണ്, അവന്റെ തലമുടി വ്യത്യസ്തമാണ്. മോണിറ്റർ വേണമോനെ, മോണിറ്റർ. അവന്റെ സ്കിൻ കളർ വ്യത്യസ്തമാണ്, അവന്റെ തലമുടി നിറം വ്യത്യസ്തമാണ്. സോ കാക്കക്കൂട്ടിൽ കുയിലിന് സ്ഥാനമില്ലാത്തതുപോലെ, കാക്കക്കൂട്ടിൽ കുയിലിന് സ്ഥാനമില്ലാത്തതുപോലെ അവൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവൻ അധിക പറ്റായി. വീട്ടുകാർക്കും നാട്ടുകാർക്കും അധിക പറ്റായി. സ്തോത്രം. അവന് നാണക്കേട് ഉള്ളവനായി. വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റായി കയറി വന്നാൽ അവര് സ്തോത്രം, ഈ ഇളയ ചെറുക്കനെ നോക്കിയിട്ട് പറയും, യിശായിയെ ഇതാരാ? ഓ, അവന്റെ സ്കിൻ കളർ വ്യത്യസ്തമാണ്, അവന്റെ തലമുടി നിറം വ്യത്യസ്തമാണ്. അപ്പോൾ വരുന്നതായ എല്ലാ വ്യക്തികൾക്കറിയാം, സ്തോത്രം, ഇവൻ മറ്റു മക്കളെക്കാൾ വ്യത്യസ്തനായതുകൊണ്ട് യിശായിക്ക് ഇവൻ നാണക്കേടായി, യിശായിക്ക് അവൻ അധികപ്പറ്റായി, ആ കുടുംബത്തിന് നാണക്കേടായതുകൊണ്ട് യിശായി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ആടിനെ കൊടുത്ത് ഇവനെ കാട്ടിലേക്ക് വിടാം. അതെ, ഇവൻ കാട്ടിൽ കിടന്ന് നശിച്ചോളും. തിന്മക്കായിട്ടാണ് യിശായി ഇവന് കുറച്ച് ആടിനെ കൊടുത്ത് ഇവൻ എങ്ങനെയെങ്കിലും തൊലഞ്ഞോളും എന്ന് പറഞ്ഞ് ഇവനെ കാട്ടിലേക്ക് വിട്ടത്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയട്ടെ, മനുഷ്യൻ തിന്മയ്ക്കായി 2025 വരെ ചെയ്തത് സ്വർഗത്തിലെ ദൈവം നന്മയ്ക്കായി കൂടി നിന്റെ ജീവിതത്തിൽ വ്യാപരിപ്പിക്കാൻ വേണ്ടി പോകുന്നു. മനുഷ്യർ തിന്മയ്ക്കായി പറഞ്ഞത്, മനുഷ്യൻ തിന്മയ്ക്കായി പ്രവർത്തിച്ചത്, മനുഷ്യൻ തിന്മയ്ക്കായി ചെയ്തതെല്ലാം ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ഈ വർഷത്തിൽ നന്മയ്ക്കായി നിന്നിൽ നിന്റെ തലമുറയിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു.
അങ്ങനെ തിന്മയ്ക്കായി തള്ളപ്പെട്ടവനായി, റിജക്റ്റ് ചെയ്യപ്പെട്ടവനായി, തിരസ്കരിക്കപ്പെട്ടവനായി ദാവീദ് ഇതാ സ്തോത്രം കാട്ടിൽ അലയുകയാണ്. ഓ, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. 27:10. അപ്പൻ്റെ സ്നേഹം കിട്ടാതെ, അമ്മയുടെ കരുതൽ കിട്ടാതെ, ബാക്കിയുള്ള ജ്യേഷ്ഠന്മാർ നല്ല നല്ല കിടക്കയിൽ കിടന്നുറങ്ങുമ്പോൾ മഞ്ഞത്തും മഴയത്തും ഉറങ്ങി അലഞ്ഞ് ആരോരും ഇല്ലാത്തവനായി. നീ എന്തോ കഴിച്ചു എന്നാരും ചോദിക്കാനില്ല, നീ എന്തോ കുടിച്ചു എന്ന് ചോദിക്കാനില്ല, അതേ മിസ് കോൾ ഇടാൻ ആരുമില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെട്ടവനായി, ഏകനായി, ഒറ്റയ്ക്ക് അവൻ കടന്നു പോവുകയാണ്. ആരെങ്കിലും ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ, ഈ സദസ്സിൽ ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നുവോ? ഒറ്റപ്പെട്ട് തോന്നുന്നെങ്കിൽ അയ്യോ, നിനക്കൊരു ഭയങ്കര ഭാവിയുണ്ട് കേട്ടോ. കാര്യം എന്തെന്നറിയോ? സ്തോത്രം, അതെ, കൂട്ടമായിട്ടാണ് കാക്കകൾ പറക്കുന്നത്. കാക്ക പറക്കുന്നത് കൂട്ടമെങ്കിൽ കഴുകൻ പറക്കുന്നത് ഒറ്റയ്ക്കാണ്. ദൈവത്തിന്റെ കഴുകന്മാർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രണ്ട്സ് ഇല്ലാതെ, റിലേറ്റീവ്സ് ഇല്ലാതെ, ഫ്രണ്ട്സ് ഇല്ലാതെ, റിലേറ്റീവ്സ് ഇല്ലാതെ നീ ഒറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ത്യൻ ചർച്ചിന് നീ ഒരു കഴുകനായി ദൈവത്തിന്റെ കൃപയാൽ നീ ഉയരുവാൻ പോകുന്നു. ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ടെന്ന്, ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ടെന്ന്, ഒരിക്കൽ കൂടെ ഉയരങ്ങൾ നിനക്ക് കീഴടക്കുവാനുണ്ടെന്ന് നീ രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂതറിയിക്കുകയാണ്. അങ്ങനെ ഒറ്റപ്പെട്ടവനായി ദൈവം അവനെ ട്രെയിൻ ചെയ്യണം. ഒറ്റപ്പെട്ടവനായി ദൈവം ട്രെയിൻ ചെയ്യുക. ഓ, അപ്പച്ചന്മാർ ചെയ്യാത്ത, പിതാക്കന്മാർ ചെയ്യാത്ത ശുശ്രൂഷകൾക്കായി ആരൊക്കെ ദൈവം ഈ നാളുകളിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓ, ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ സഭയിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് അതേ ചെയ്യുവാൻ തക്കണം. ആരൊക്കെയോ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ കർത്താവ് നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. നിന്റെ മസിലിന് ബലം വർദ്ധിക്കുന്നു, നിന്റെ അന്യഭാഷ മാറുന്നു, നിന്റെ വിശ്വാസം വർദ്ധിക്കുന്നു. നീ അറിയാതെ നിന്നിലുള്ള ദൈവകൃപയുടെ ആരവാരവും ഓളവും വർദ്ധിക്കുന്നു. ഇൻ ജീസസ് നെയിം. മനുഷ്യനല്ല, സെമിനാരിയിലല്ല, ക്രൂസൈഡിലല്ല, സെമിനാറിലല്ല, പകരം ദൈവം നിന്നെ പരിശീലിപ്പിക്കുകയാണ്. ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്നു. യുവാവേ, ദൈവം നിന്നെ പരിശീലിപ്പിക്കുന്നു. ഓ, ഈ രാജ്യത്തിൽ വലിയൊരു കൊയ്ത്തിന് വേണ്ടി, ഈ രാജ്യത്തിൽ വലിയൊരു ഉണർവിന് വേണ്ടി, ഈ രാജ്യത്തിൽ വലിയൊരു സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവം നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയും. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ആത്മാവിൽ ഞാൻ കാണുന്നു. ആ ഇടക്കിടക്ക് ചിലതിന് നോക്കി പരിശുദ്ധാത്മാ പറ, ഞാൻ പറയട്ടെ, നീ ഒരു കൊയ്ത്തിന്റെ മെഷീനാണ്. വേറെ ചിലതിനെ നോക്കി പറയട്ടെ, നീ ഒരു സ്പെഷ്യൽ ആയുധമാണ്. നീ ഒരു കൊയ്ത്തിന്റെ മെഷീനാണ്. നീ ഒരു സ്പെഷ്യൽ ആയുധമാണ്. തുരുമ്പില്ലാത്ത ആയുധം എന്ന് പറഞ്ഞാൽ എത്ര പേർ സ്തോത്രം പറയുമെന്ന് എനിക്കറിയത്തില്ല. നിന്റെ ജീവിതകാലത്ത് 120 വയസ്സ് വരെ നീ ജീവിച്ചിരുന്നാലും, 120 വയസ്സ് വരെ നീ ജീവിച്ചിരുന്നാലും നിന്നിൽ തുരുമ്പ് കാണത്തില്ല. ഓ, ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഒരുക്കപ്പെട്ട അവൻ്റെ അടുക്കലേക്ക് കരടി വരുന്നു. അച്ഛൻ പറഞ്ഞു, അവൻ്റെ അടുക്കലേക്ക് കരടി വന്നു, അവൻ്റെ അടുക്കലേക്ക് സിംഹം വന്നു, അവൻ്റെ അടുക്കലേക്ക് കരടി വന്നു, അവൻ്റെ അടുക്കലേക്ക് സിംഹം വന്നു. നിന്റെ നേരെ പലതും വന്നെങ്കിൽ, നിന്റെ നേരെ പലതും വായ് പിളർക്കുന്നെങ്കിൽ, നിന്റെ നേരെ പലതും മുരളുന്നുവെങ്കിൽ അതിനെ കീറി കളയാൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ട്. അതിനെ കീറാൻ നിനക്ക് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവൻ നിന്റെ ജീവിതത്തിന് നേരെ അത് വരുത്തിയത്. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നേരെ വന്നത്, ഓ, വേറെ പലർക്ക് വന്നപ്പോൾ അവൻ പിന്മാറിപ്പോയി. നിനക്ക് നേരെ വന്നത് വേറെ പലർക്ക് വന്നപ്പോൾ അവൻ പിന്മാറ്റത്തിൽ പോയി. പലരും സുവിശേഷ വേലയെന്ന് പോയി, പലരും പരാജയപ്പെട്ടു. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഈ യോർദാനെ നീ കടക്കും.